വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ MLAക്കെതിരെ ഫേസ്ബുക്കിൽ അധിക്ഷേപ പരാമർശം നടത്തിയതിന് കൂടുതൽ UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ്. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ഷമാ മുഹമ്മദിനെതിരെയും പോലീസ് കേസെടുത്തു. നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി വ്യക്തിഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് കെ ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയും പ്രേരണയോടെയുമാണ് സൈബർ അതിക്രമമെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി കേസെടുത്തവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി KM മിൻഹാജിനെതിരെ കണ്ണൂർ മട്ടന്നൂർ പോലീസ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. ഇതിനിടെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നതിന്റെ പേരിൽ ഷമാ മുഹമ്മദിനെതിരെയും പോലീസ് കേസെടുത്തു. നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ജനാധിപത്യം തീർന്നു, ഞങ്ങളുടെ ഭരണഘടന തീർന്നു. അവര് നേതാവെന്ന് ഞാൻ പറഞ്ഞത് അനന്ത്കുമാർ ഹെഗഡെയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് 400-ലധികം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും, പല കാര്യങ്ങളും മാറ്റും. മതേതരത്വം ഉണ്ടാവൂല. ഇനി ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഗ്യാൻവാപ്പിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയെന്നവിടെ. സമൂഹ മാധ്യമത്തിലൂടെയുള്ള പ്രതികരണങ്ങളുടെ പേരിൽ പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്.